നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി മൊഹറം. അച്ഛാ, ഓരോ ഫെസ്റ്റിവൽസ് ഞാൻ എപ്പോഴും പറയില്ലേ, ഫെസ്റ്റിവൽസ് മാത്രമല്ല, കുഞ്ഞു കുഞ്ഞ് മൂമെൻറ്റ്സ് വരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ എപ്പോഴും ഒരു സന്തോഷം, ഒരു മെമ്മറീസ്, അയ്യോ അത് അന്നെന്ത് രസമായിരുന്നല്ലേ എന്നൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് പറയുമ്പോൾ അതൊരു കൗതുകം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റ്, എൻജോയ് ദ പ്രസൻറ്റ്. ബാക്കി എനിക്ക് പറയാൻ അറിയാൻ മേല, അത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ. എപ്പോഴും ബ്രോഡ് മൈൻഡഡ്, നിറഞ്ഞ മനസ്സ്, സന്തോഷത്തോടെ എല്ലാവരുടെയും കൂടെ നിൽക്കുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് മൊഹറം ആയതുകൊണ്ട് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രുമാർ ചേട്ടനും വൈഫ് ലേഖ ചേച്ചിയും കൂടിയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ മൊഹറം ആകുമ്പോൾ, ഒരു ഫെസ്റ്റീവ് സീസൺ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സ്പെഷ്യലായിട്ട് എന്നതേലും ഒന്ന് ഉണ്ടാക്കി കൊടുത്താലോ അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റിവലോ ഒരു ഗെറ്റ് ടുഗെദറോ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ചെയ്യും. എന്നും പറഞ്ഞാൽ ആനീസ് കിച്ചണിൽ വരുന്നവർക്കൊന്നും ഞാൻ എന്താ പറയുക, എന്നതേലും ഒരു ഡിഷേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യുന്നുള്ളൂ എന്ന് പറയരുത്. കാര്യം ഞാൻ വിഷുവിനായാലും ശരി, ഓണത്തിനായാലും ശരി, ഏതെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഞാൻ തീർച്ചയായിട്ടും അവർക്ക് സദ്യക്കായാലും ശരി, പായസം പോലും സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ചേട്ടനും ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞത് കാളാഞ്ചി മീൻകറി വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മീൻകറിയും വെക്കാം. മീൻ വാങ്ങിക്കുമ്പോൾ എത്രയായാലും നമ്മളെല്ലാ വീട്ടമ്മമാരും ചിന്തിക്കുന്ന പോലെ കറി, ഫ്രൈ അങ്ങനെയൊക്കെ നമ്മൾ ഭാഗിക്കുമല്ലോ മീൻ കഷ്ണത്തിനെ എന്ന് പറഞ്ഞ പോലെ ഒരു ഫ്രൈയും ഒരു കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വിചാരിച്ച് നല്ല തൈര് കയ്യിലുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു ലസ്സി, മാങ്ങ സീസണാണ്, ഒരു ലസ്സി കൂടെ കൊടുത്താൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മളെപ്പോഴും ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാപ്പിയോ ചായയോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നേ, എന്നാൽ ഒരു വ്യത്യാസമായിട്ട് ഇച്ചിരി പുളിയില്ലാത്ത തൈരായതുകൊണ്ടും ഒക്കെ രസമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലസ്സി ഉണ്ടാക്കാം, ഒരു മീൻകറി വെക്കാം, ഒരു ഫിഷ് ഫ്രൈയും ചെയ്യാം, അതിൻ്റെ കൂടെ അപ്പോൾ എന്നതേലും ഒക്കെ ഒന്ന് കൊടുക്കാം. പറ്റുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാളാഞ്ചിയുടെ ഒരു കറിയാണ്, അതിൻ്റെ കൂടെ ഫ്രൈയും ഉണ്ട്. ഫ്രൈയുടെ ഞാൻ ചെയ്യുന്ന റെസിപ്പിയുടെ ഒരു ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെയോ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ മിക്ക വീട്ടിലും അത് തന്നെ ചെയ്യുന്നുണ്ടാവും. ഇത് ചെയ്യുമ്പം ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മസാല കുത്തി കയറ്റിയ മീനിൻ്റെ ടേസ്റ്റ് കളഞ്ഞു എന്ന് പറയരുത്. അധികം മസാല ഇല്ലാതെ മീറ്റും ഫിഷും ഒക്കെ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ ഫ്ലേവർ കിട്ടണമല്ലോ. പക്ഷേ ഇതും ഒന്ന് ട്രൈ ചെയ്യാം. കാര്യം പലത് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇന്ന് കാളാഞ്ചിക്ക് വേണ്ടിയ കറിക്ക് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് നോക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി എത്ര കൂടുതലിടാമോ അത്ര ഇടുക. എന്നാലും ഒരു എണ്ണം പറയുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളിയുണ്ട്. പിന്നെ നമ്മുടെ മീനിൻ്റെ അളവ് അനുസരിച്ച് ഇഞ്ചി, ഇതിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തേച്ച് നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഇതൊരു 7-8 വെളുത്തുള്ളി ഉണ്ട്, അതിനെ 2ആയിട്ട് കീറി വെച്ചേക്കുക. പിന്നെ ഉള്ളത് പച്ചമുളക് ഒരു 4 എണ്ണം 2ആയിട്ട് കീറിയതല്ല, അതിന് പിന്നെ നീളം കൂടിയതാണ്, അപ്പോൾ ഇച്ചിരി നാലായിട്ട് മുറിച്ചേക്കുക. അത് എരിവ് അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. പിന്നെ ഉള്ളത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാശ്മീരി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി. അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും റേഷ്യോ എത്രയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 സ്പൂൺ കൂടുതലായിരിക്കും മല്ലിപ്പൊടി, അത്രേ ഉള്ളൂ. മുളക് പൊടിയെക്കാട്ടിലും 1 സ്പൂൺ കൂടുതൽ. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. പുളിക്ക് ടൊമാറ്റോ മാത്രമല്ല നമ്മൾ ഇടുന്നത്, അതിൻ്റെ കൂടെ കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കട്ടിപ്പാൽ, 1-ാം പാലാണേ. ഇത് കട്ടി കുറഞ്ഞ 2-ാം പാല്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടംപുളി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല പുളിയുള്ളതാണേ, അപ്പോൾ 1-2 കഷ്ണം മതിയാവും. പിന്നെ അതല്ല കഷ്ണം ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പുളിയുടെ വെള്ളം ഒഴിച്ചാലും മതി. പിന്നെ ഇച്ചിരി ഉപ്പ്. ആക്ച്വലി കാളാഞ്ചി മീൻ ഏറ്റവും കൂടുതൽ ഫ്രൈ ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ്, അല്ലെങ്കിൽ ചുമന്ന കറി വെച്ച് പറ്റിച്ചു വെക്കാൻ ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇത് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് വലിയ എരിവില്ലാതെ അപ്പത്തിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതെന്നാണെന്നറിയോ, കുറച്ച് പെരിഞ്ജീരകമാണ്. ഇത് നമ്മൾ ഫിഷ് ഫ്രൈക്കാണ് എടുക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
കുറച്ച് കായം, പിന്നെ ഉള്ളത് കുറച്ച് വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര്. പിന്നെ ഇതിൻ്റെ കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ, ഇത് ഫ്രൈഡ് കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും കൂടെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം മീൻ വെക്കുന്നത് എപ്പോഴും വെളിച്ചെണ്ണയിലാണ്, ചട്ടിയിലുമാണ്. ഇത് രണ്ടിലും വെച്ചാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉള്ളൂ എന്ന് നമ്മൾ പണ്ട് കാർന്നോമാരായിട്ട് നമ്മളെ പഠിപ്പിച്ച് തന്നതാ. പക്ഷെ അതിനകത്തൊരു ചേഞ്ച് ഇതുവരെ മാറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രമിച്ചിട്ടില്ല. അതൊരു സൈക്കോ പോലെ ആയി. എന്നാന്ന് വെച്ചാൽ മീൻകറി എപ്പോഴും ചട്ടിയിൽ വെക്കണം, ഇറച്ചിക്കറി വെച്ചാലും ചട്ടി വെച്ചാൽ ടേസ്റ്റാ. പക്ഷെ ഇറച്ചിക്കറി നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെച്ചാലും അതിന് ടേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം, മീൻ ചട്ടിയിൽ നിന്ന് ഒരു മാറ്റം മീനിന് ഇതുവരെ വന്നിട്ടില്ല. മീൻ ചട്ടി തന്നെയാണ് അതിൻ്റെ പേര് പോലും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ചീനച്ചട്ടി വെച്ചാലും മീൻകറി ടേസ്റ്റ് വരുമോ എന്നുള്ളതറിയാം. പക്ഷെ ഇന്ന് എന്തായാലും ചീനച്ചട്ടിയില്ല. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുന്നില്ല, ഉലുവ ഇടുന്നില്ല. അതിന് പകരം ഞാൻ ചെറിയ ഉള്ളി ഇടാൻ പോവാ. ഫുള്ളും ഇടുന്നില്ല, കുറച്ച് എനിക്ക് കടുക് വറുക്കാൻ വേണം. അപ്പം ഞാൻ എന്നാ ചെയ്യും, ഒരു 3/4 കുറച്ചുകൂടി ഇട്ട് വെച്ച് ബാക്കി എടുത്ത് കടുക് വറുക്കാൻ വയ്ക്കാം. ഉള്ളി ഇടുവാന്നേ. ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി. ഇത് ഇങ്ങനെ ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ ചതച്ചുവിടാം. പിന്നെ ഉള്ളത് ഒരു 3-4 പച്ചമുളക് എരിവ് അനുസരിച്ച്. കറിവേപ്പില മസ്റ്റാണേ, പക്ഷെ അതിപ്പോൾ ഇടുകയല്ല, ഒരു ഇച്ചിരി ഒന്ന് മൂത്തതിന് ശേഷം. ഓക്കെ, നമ്മുടെ ഉള്ളി നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇത് ചതച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം, ഏതായാലും കുഴപ്പമില്ല. ഇനി തീ ഒന്ന് ഞാൻ ഓഫ് ചെയ്യുക, കാരണം ചട്ടിക്കകത്തുണ്ടല്ലോ, ചീനച്ചട്ടിയെ പോലെയല്ല, ഒരു ഇച്ചിരി എണ്ണയുടെ തിളപ്പ് കൂടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടിയെല്ലാം പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഞാൻ എന്നാ ചെയ്യുക, ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഇനി നെക്സ്റ്റ് തീ കത്തിച്ചേച്ച് തക്കാളി ഇടാൻ പോവാം. തക്കാളി ഈ പറഞ്ഞ പോലെ ഒത്തിരി അങ്ങ് ഉടയണ്ട, എന്നാൽ ആ തക്കാളി കഷ്ണങ്ങൾ കാണുകയും വേണം. അപ്പം എന്നാന്ന് വെച്ചാൽ ആ പരുവത്തിന് മൂപ്പിച്ചെടുത്താൽ മതി. മൂപ്പിക്കുക ഇൻ ദ സെൻസ്, നമ്മൾ ഇട്ട പൊടിയില്ലേ അതൊന്ന് മൂത്ത് കിട്ടിയാലും മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി പുളിവെള്ളം ഒഴിക്കുക. അതായത് തക്കാളി ഉടഞ്ഞു ചേരണം, അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പുളിവെള്ളം കൂടെ ഒഴിക്കുവാണെങ്കിൽ ഈ പുളിയുടെ വെള്ളത്തിൻ്റെ ആ ഒരു പുളി രസം ഉണ്ടല്ലോ, അതാണ് ശരിക്കും മീൻകറിയിലേക്ക് വരുന്നത്. പുളിവെള്ളവും പുളിയും കൂടി ഇടാൻ നിൽക്കരുത്, ചിലപ്പോൾ പുളി കൂടും. തക്കാളിയും കൂടി ഇട്ട സ്ഥിതിക്കാണേ. ഇനി അഥവാ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലൊന്ന് തിളച്ചതിന് ശേഷം പുളി പോരാന്ന് തോന്നുവാണെങ്കിൽ അന്നേരം ഒരു കഷ്ണം പുളിയും കൂടി ഇട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, എണ്ണ എല്ലാം തെളിഞ്ഞു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന
രണ്ടാം പാലാണേ. കാളാഞ്ചി മീനാണെങ്കിൽ ഒരുപാട് വേവില്ല, അന്നേരം പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. ഒന്ന് തിളച്ചതിന് ശേഷം മീനിടാം. മീനിട്ട്, അതായത് നമ്മൾ തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മീൻ ഇടുകയും വേണ്ട, ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പം തിളച്ച് കുറച്ച് ആ പുളിയുടെയും ഉപ്പ് എരിവ് ഇതെല്ലാം ഒന്ന് സത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചാറിൻ്റെ രുചി നോക്കിയതിന് ശേഷം മീൻ ഇട്ടാൽ മതി. അപ്പം ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീൻ ഫ്രൈ വേണമല്ലോ, എല്ലാവർക്കും അറിയാം. ഇതെന്നാ പുതിയ കാര്യം പറയാൻ പോകുന്നതെന്നല്ലേ, പക്ഷെ എന്നാലും എനിക്കറിയാവുന്ന ഒരു റെസിപ്പിയും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യണ്ടേ. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇത് പഠിച്ചേ പറ്റൂ. അപ്പം അതിനകത്ത് ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 4 കഷ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്. കുരുമുളകിന്റെ സ്വാദ് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഉള്ളത് കുറച്ച് പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. ഇച്ചിരി കായം, വിനീഗർ ഒഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ പുളിവെള്ളം ഇരിക്കുക, അന്നേരം അത് ഒഴിക്കുന്നതല്ലേ കുറച്ചുകൂടെ സ്വാദ്. വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം നോക്കിയിട്ട്. ഉപ്പിട്ടു, ബാക്കി ചെറിയ ഉള്ളി. ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന്. സാരമില്ല, ഒന്നുകൂടെ പഠിച്ചോ. കാര്യം അവർക്ക് ഞാൻ എന്തായാലും കൊടുക്കാൻ പോവാ. ഞാൻ നിങ്ങളെ കാണിക്കാതെ ഒരു സീക്രട്സും എനിക്കില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയും കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടുതലാണെന്ന് ചിന്തിക്കും, പക്ഷെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് അരയ്ക്കുന്നതിലുണ്ട്. പക്ഷെ നമുക്കധികം ചിലവ് കൂട്ടാണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കാവേ. ഓക്കെ, മീനിൻ്റെ അരപ്പ് തിളച്ചു. ഇനിതേ ആ രണ്ടാം പാലാണെങ്കിലും ഞാൻ ഒരുപാട് ഒഴിച്ചില്ല, അതിനൊരു ഇച്ചിരി കൊഴുപ്പുണ്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, മീൻ കഷ്ണം ഇടാൻ പോവാണേ. ഈ തലയുടെ ഭാഗവും മുള്ളിൻ്റെ ഭാഗവും ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് ചുമന്ന കറി വെക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം ഇതെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ച് നാളെ ചുമന്ന കറി വെച്ചോളാം. മീൻ വേവുന്നതിന് മുമ്പ് നമുക്ക് തവിയിട്ട് ഇളക്കാം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത്. ഇത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മീനാ. ഓക്കെ, ഇനി മീനിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചിടണം. ഇതിനി വെന്ത് ആ ചാറൊന്ന് പകുതി വറ്റി കഴിഞ്ഞാൽ നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ വറുക്കാനുള്ള ഒന്ന് പുരട്ടി വെക്കണമല്ലോ. ഈ മീനിനകത്ത് നമ്മുടെ അരപ്പ് പുരട്ടുക, ഉപ്പ് ഒക്കെ നോക്കിക്കൊള്ളുക. അപ്പം നമ്മൾ മീൻ കറി വെച്ചു, മീൻ പുരട്ടി വെച്ചു. ഇനി അടുത്ത് തന്നെ നമ്മൾ ലസ്സി അടിക്കാൻ പോവാട്ടെ. അതിന് മാങ്ങ എടുത്തേക്കുന്നത്. ഇപ്പം മാങ്ങ സീസൺ അല്ലേ, മാങ്ങ വെച്ച് ചെയ്യാം. നമുക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ ഏതായാലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാങ്ങ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ.
ഇതിനകത്തോട് ഇച്ചിരി പാലൂടെ ഒഴിക്കുവാന്നേലും നല്ലതാണ് കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടിയത് നമുക്ക് മധുരം അനുസരിച്ച്, മധുരം വേണ്ടിയവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇതിപ്പോൾ ഞാൻ ഒരു ഇച്ചിരി മധുരം ഇടുക. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, പക്ഷെ എന്നാലും ഒരു സ്വീറ്റ്നെസ് ഇല്ലെന്നുണ്ടെങ്കിലില്ലേ ഒരു സുഖമാവുകയല്ല. ഓക്കെ, നമ്മുടെ ലസ്സി റെഡിയായി, മീൻകറി റെഡിയായി, മീൻ ഫ്രൈ ചെയ്യാൻ റെഡിയായി. ഇനിയിപ്പോൾ ദേ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഏകദേശം മുക്കാലോളം വറ്റി. ഇനിയിപ്പോൾ വേണ്ട അടിയിൽ മാത്രം ഒരു ഇച്ചിരി എന്നാ പറയുക, ആ ചാറ് ഒരു ശകലം കൂടെ ഒന്ന് വറ്റിയേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തേങ്ങാപ്പാൽ തലപ്പാൽ ഒഴിക്കുമ്പോഴത്തേന് അങ്ങ് ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി നേരം കൂടെ അടച്ചിട്ടോട്ടെ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞുതരാം. എനിക്ക് മീൻ വറുക്കണം. സെക്കൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ലസ്സി പ്രസൻറ്റ് ചെയ്യണം. ചുമ്മാ കൊണ്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിൽ അതിനകത്ത് ഇച്ചിരി നട്ട്സ് ഇടുകയോ ഒരു പുതിന ലീഫ് വെക്കുകയോ എന്നതേലും ഒരു ഡെക്കറേഷൻ ചെയ്തേച്ചേ നമുക്കത് ചെയ്യാനൊക്കത്തുള്ളൂ. അതൊന്ന്. മീൻ വറുക്കാനായിട്ട് സമയമെടുക്കും. ധൃതി പിടിച്ച് അങ്ങ് കരിച്ച് പൊരിച്ചെടുക്കാനൊക്കത്തില്ല. മീൻ അങ്ങ് വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന അങ്ങനെ ഒരു പരുവമുണ്ട്. ആ ഒരു പരുവത്തിന് ഇത് വറുത്തെടുക്കാനൊക്കത്തുള്ളൂ. അത് സെക്കൻഡ്. ആൻഡ് തേർഡ്, ഈ പറഞ്ഞ പോലെ തലപ്പാൽ ഒഴിച്ചേച്ച്, മീൻകറിയിൽ തലപ്പാൽ ഒഴിച്ചേച്ച് അതിനെ ഇച്ചിരി കടുക് വറുക്കണം. കടുക് വറുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കടുക് ഇട്ടങ്ങ് വറുക്കുകയല്ല ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ചെറിയ ഉള്ളി മൂപ്പിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക, അതിൻ്റെ കൂടെ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇട്ടേച്ച് നമ്മളൊന്ന് കടുക് വറുത്തെടുത്തേച്ചാൽ മതി. അതാണ് നമുക്ക് മീൻകറിക്കും ചെയ്യാനുള്ളത്. ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി സമയം എടുക്കും. എന്നാലും നമുക്ക് താളിക്കുന്നത് ഞാൻ പിന്നെയും കാണിച്ചു തരാം. എൻ്റെ മീൻ നല്ലോണം തിളച്ചു. ഇനി പാൽ ഒരുപാടങ്ങ് വറ്റിപ്പോകും. അപ്പോൾ അത് നമ്മൾ പറയല്ലേ ചട്ടിയിൽ ഇരുന്ന് കുറച്ച് വറ്റുമെന്ന്, അതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്തു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് താളിച്ചിടാൻ പോവാ. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, ഇച്ചിരി ചെറിയ ഉള്ളി. കുറച്ചുള്ളി മതിയേ, അത് ഒത്തിരി. ഇപ്പോൾ ഈ വലിയ പാൻ ആയതുകൊണ്ട് തോന്നുന്നു അതിൻ്റെ അറ്റത്ത് പോലും പറ്റാനില്ലല്ലോ എന്ന്. അന്നേരം ഒരു ഇച്ചിരി ഒന്ന് മൊരിഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഉള്ളി മൂത്തു. ഇതിനകത്തോട്ട് ഒരു 3-4 കറിവേപ്പില. കറിവേപ്പിലേക്ക് ഇങ്ങനെ എണ്ണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു നുള്ള്, അതിൻ്റെ ഒരു നിറവ്യത്യാസം വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, മസ്റ്റൊന്നുമല്ല. ഇപ്പം ഞാൻ ദേ ഈ താളിച്ചതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കാം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് മീൻ വറുക്കാം. മീൻ വറുക്കുമ്പോൾ എല്ലാ അമ്മമാരും പറഞ്ഞു തരുന്ന പോലെ കുറച്ച് കറിവേപ്പില ആദ്യം ഇടുക, എണ്ണ ഒഴിക്കുക. ആ കറിവേപ്പിലയുടെ പുറത്ത് നമ്മൾ മീൻ വറുക്കുവാണെന്നുണ്ടെങ്കിൽ മീൻ അടി പിടിക്കുകയല്ലെന്നാണ് പറയുന്നത്. ഇനി ഒരു സീക്രട്ട് എന്നാന്ന് വെച്ചാൽ, സീക്രട്ട് ആണോന്ന് അറിയത്തില്ല, എൻ്റെ അമ്മ പറഞ്ഞു തന്നെ, ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, മീൻ വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുവാണെങ്കിൽ മീനിന് കുറച്ച് ടേസ്റ്റ് വരും. ഒരു വീട്ടിൽ മീൻ വറുത്ത 10 അടുത്ത് മണക്കും എന്നറിയില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല മണമായിരിക്കും. അതിൻ്റെ കൂടെ മീൻ വറുത്തതിനോടൊരു കൊതി വരും, എല്ലാം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ മിക്കപ്പോഴും വീട്ടിൽ മീൻ വറുക്കുമ്പോഴൊക്കെ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു തുള്ളി, ഒരു സ്പൂൺ ഒഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഒഴിക്കുന്നത് തുള്ളിയല്ലല്ലോ, കൂടുതലല്ലേ എന്നൊക്കെയല്ലേ. അതുകൊണ്ട് പക്ഷേ ഞാനിങ്ങനെ കുപ്പിയിൽ ഒഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുമ്പോൾ കുഴപ്പം തോന്നുന്നതാണ്. അല്ല, ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. എല്ലാം സ്വന്തം കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ എന്നാലും ഞാൻ സത്യം പറയുക, ഞാനൊരു ഇച്ചിരി ഒഴിച്ചുള്ളൂ. ഇതിനകത്തോട്ട് തണ്ടോടുകൂടി വെക്കാം, അല്ല ഇലയോട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ മീൻ വറുക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടാസ്ക് കേട്ടോ. ഈ പറഞ്ഞ പോലെ ധൃതി കൂട്ടി വറുക്കാൻ ഒക്കുകയില്ല. അതിനായിട്ട് ഇച്ചിരി സമയം കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും.
മാക്സിമം കറിവേപ്പില ഇടുക. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും കൂടെ നല്ലതായിട്ട് ആ മീനെ വരും. നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് കറിവേപ്പില എന്ന് പറയും അല്ലേ? അങ്ങനെയില്ല, എൻ്റെ ഒരു വിശ്വാസം. ഇത് ആനീസ് കിച്ചൺ അല്ലേ? ഇത് ആനീസ് കിച്ചൺ അല്ലേ? സത്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ വന്നതാണ്. നിങ്ങൾ ഈ വീടിന്റെ ഫ്രണ്ടിലല്ലേ എൻട്രൻസ്, ബാക്കിലല്ലേ? ഈ ഇതിന്റെ ബാക്കിൽ കൂടെ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാനെന്നറിയോ, ചേച്ചിയും ചേട്ടനും ഒരു ചേച്ചിയും ചേട്ടനെ പോലെ ആ ഒരു ഫ്രീഡത്തോടു കൂടി എൻ്റെ അടുക്കളയിലേക്ക് വന്നത്. ഐ എം സോ ഹാപ്പി. ആ ഒരു സ്വാതന്ത്ര്യം, ഒരു ചേട്ടനും ചേച്ചി എന്നുള്ള ഒരു ഫ്രീഡം എനിക്കുണ്ടായല്ലോ. കുറെ നാളത്തെ ആഗ്രഹം ഞങ്ങളുടെ ആനീസ് കിച്ചണിൽ ഇതുവരെ വന്നിട്ടില്ല. എന്റെ പ്രഷർ കേൾക്കുന്നുണ്ടല്ലോ എല്ലാരും കേട്ടോ. ഞങ്ങൾ കുറെ നാളുകൊണ്ട് ചേച്ചിയെ കാണുമ്പോഴൊക്കെ ഞാൻ പരാതിയാ ചേച്ചി. ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അവസാനം പറയുകയും ചെയ്തു. അവസാനം ഞാൻ ചേച്ചിയെ മാത്രം കൊണ്ടുപോകുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പൊ മാം സോ ഹാപ്പി ചേട്ടാ. ഇനി എനിക്കൊരു പരിഭവം പറയാൻ എന്നാന്നറിയാവോ? അടുക്കള നിങ്ങൾ പറയാലോ. ചേച്ചി ഇന്ന് മൊഹറാന്നറിയാവോ? സാധാരണ മൊഹറത്തിന് നമ്മൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? ബിരിയാണി, കട്ട്ലറ്റ്സ്, ജ്യൂസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ചിക്കൻ ഫ്രൈ, ചിക്കൻ വിഭവങ്ങളുണ്ട് ഇല്ലേ? എന്നെ കൊണ്ട് ഇന്ന് എന്നാത്തിനാ കാളാഞ്ചി വെപ്പിച്ചേ? അതെ, ഞങ്ങൾ വലിയൊരു ടൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. എവിടെ പോയേക്കുമായിരുന്നു? ഞങ്ങള് ഹോങ്കോങ്, മെക്കാവോ കഴിഞ്ഞ സിംഗപ്പൂർ ഒരു 10 ദിവസമായിട്ട്. അപ്പൊ അവിടെയൊക്കെ സിംഗപ്പൂരിലൊക്കെ പോകുമ്പോ നമുക്ക് ബിരിയാണി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടും. എനിക്ക് ഇന്ന് കാളാഞ്ചി, അത് എറണാകുളത്ത് നാടൻ, അത് ചിത്രം ഉണ്ടാക്കുമ്പോ അത് ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബിരിയാണി വേണ്ടാന്ന് വെച്ചത്. ഓക്കെ, അങ്ങനെ. അപ്പൊ നമ്മൾ നാട്ടിലോട്ട് വരുമ്പോ എത്രയായാലും നമ്മൾ ഇച്ചിരി നമ്മുടെ ചോറും കറിയും കഴിക്കാനായിട്ട് ബിരിയാണി കഴിച്ച് മതിയായി. കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും ബിരിയാണി സ്പെഷ്യൽ ഫുഡ്സ് ആണ്. ബിരിയാണി പല രീതിയിലുള്ള ബിരിയാണി. പക്ഷെ ചില ഈ സ്പെഷ്യലായിട്ട് ഇപ്പൊ എസ്പെഷ്യലി ആനി വെക്കുമ്പോഴത്തേക്ക് അതിനകത്തുണ്ടാകുന്ന ഒരു ടേസ്റ്റ് എന്റെ കഴിയില്ല. ഞാൻ നല്ല ഇന്ന് ചേട്ടൻ എന്നാ ചെയ്തറിയാം, കാളാഞ്ചി മീൻകറി വെച്ചു, അതിന്റെ കൂടെ അതിന്റെ ഇടയിൽ കുറച്ച് ഫിഷ് ഫ്രൈ വെച്ചു, അതിന്റെ കൂടെ ഞാൻ വിചാരിച്ചു നല്ല ചൂട് പാലപ്പം ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഒരു ലസ്സി പാട്ടുകാർ കുടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പൊ ഞാൻ അതിനൊരു കഥയുണ്ട് അല്ലേ. എല്ലാം പോട്ടെ ചേച്ചി, അവിടെ ഇവിടെ എല്ലാം പോയേച്ചു വന്നേച്ചേ ഒരു സ്പെഷ്യൽ ഫുഡ്സ് തന്നെ എല്ലാം കഴിച്ചു. അവിടുത്തെ ടേസ്റ്റിന്റെ ഒരുപാട് കഴിച്ചു. അതാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പിന്നെ അവസാനം അത് കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ചോറും മീൻകറി മതി എന്നുള്ളൊരിത്. എന്തൊക്കെയായാലും നമ്മൾ മലയാളീസാണ് അല്ലേ? അതെ, കറക്റ്റ്. നമ്മൾ ഇന്ന് വെളുപ്പിന് എത്തിയപ്പം നമ്മുടെ കേരളം കണ്ടപ്പം എന്തൊരു സമാധാനം അല്ലേ. അയ്യോ, മഴയും നമുക്ക് ഇവിടത്തെ ഒരു കൊതുക് അടിച്ചാൽ പോലും സത്യം. ആക്ച്വലി ചേട്ടനോടല്ല ക്വസ്റ്റ്യൻസ് ഇന്ന് ഞങ്ങൾക്ക്, ഞാൻ ചേച്ചിയോടാണ് കുറെ കാര്യങ്ങൾ ചോദിക്കുക. ബിക്കോസ് ദിസ് ഇസ് എ ഫാമിലി ഷോ. അപ്പൊ അഫ്കോഴ്സ് ചേച്ചി വേണമല്ലോ ഞങ്ങളോട് സംസാരിക്കാൻ. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പരിഭവങ്ങൾ ചേച്ചിയോട് കൂടുതലുണ്ട്. ചേച്ചിയുടെ വ്ളോഗ് ഞങ്ങൾ കുറെ കാലം ഫോളോ ചെയ്തു, പിന്നെ കാണാനേ ഇല്ല, എങ്ങോട്ടോ പോയി. ഇതൊക്കെ ചേച്ചി എന്നതിനാ നിർത്തുന്നത്? ഈ പരിഭവങ്ങൾ പറയാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് യാത്രയുണ്ട്. കാര്യമില്ല ചേച്ചി ഞങ്ങളെ മോഹിപ്പിച്ചേച്ച് അവിടെ നിർത്തുന്നതെന്ന് ആലോചിച്ചോണേ. കോവിഡ് സമയത്തെ വെറുതെ ഇരുന്നപ്പോഴാണ് ജസ്റ്റ് ഞാൻ ഒരു പാചകത്തിന്റെ ഈ സംഭവം തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഷി വാസ് ഫേമസ്. വേറൊരു രസം കേൾക്കണോ? ഇത് കുറെ നാൾ ചെയ്തതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഹയാത്തിൽ കയറിയിട്ട് കോഫി ഷോപ്പ് ഉണ്ട് അവിടെ. ആ കോഫി എല്ലാം കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നപ്പോൾ ഒരു ഫാമിലി ദൂരെ നിന്നു. അപ്പൊ ഇവള് പറഞ്ഞതേ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ തയ്യാറാണ്, കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് ഫാമിലി വരുമ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തോട്ടെ, ശരി. അപ്പൊ നമ്മൾ നിന്ന് കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ നിന്നു, ഇവിടെ പുറത്ത് നിന്നു. കുറച്ച് കഴിഞ്ഞ് ഇവര് വന്ന് ഇവിടെ വെച്ചിട്ട് അയ്യോ ചേച്ചിയുടെ പാചകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഞാനൊരു കുട്ടിക്കുരങ്ങനെ പോലെ ആ മൂലയ്ക്കായി ഇവളുടെ ഫോട്ടോ എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വർഷം കഷ്ടിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത്ര ആരാധന 45 വർഷം ഞാൻ മാറി നിൽക്കുന്ന അങ്ങനെയൊന്നുമില്ല. ചേച്ചി ആ പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ചേച്ചി കാണിച്ച മഹാ തെറ്റാട്ടോ, ഉള്ള കാര്യം പറയാം. ചേച്ചി ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അറ്റ്ലീസ്റ്റ് ബാക്കി വിശേഷം ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഇവിടെ ഒന്നും തീർക്കാൻ പറ്റില്ല, കുറെ കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിക്കാണ്ട്. ഞാൻ നോക്കട്ടെ ഇതിനകത്ത്. ചേച്ചി നോക്കിക്കോളൂ, ചൂടാ, നല്ല ചൂടാ.
ഇനി അപ്പം ലൈവാണ്, ആ. തണുത്ത അപ്പവും തരികയില്ല, നല്ല live ചൂടപ്പം, ആയിട്ട്, ആ. നല്ല ചൂട് ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ തരത്തുള്ളൂ. ഇത് ഈ തേങ്ങാപ്പാലിൽ അരച്ചിട്ടില്ലേ, തേങ്ങ Yes. അരി എല്ലാം ഈസ്റ്റ് തേങ്ങ, ചോറ്, അരി അരി എല്ലാം എല്ലാം കൂടി കൂടെ ഇട്ട് നല്ല നമ്മുടെ, സോഫ്റ്റ് ആ. അപ്പം. അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞല്ലേ, എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു കംപ്ലീറ്റ് ദിസ് ഇൻ ദിസ് കിച്ചൺ. നമുക്ക് അവിടെ പോയി ഇരുന്ന് സംസാരിച്ചാലോ? അടുക്കളയും ഡൈനിങ്ങുമാണ് ദ ബെസ്റ്റ് പ്ലേസ് ടു എ ഫാമിലി ടു ഓപ്പൺ അല്ലെ. അവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ പരിഭവം, പിണക്കം ഇതെല്ലാം തീർക്കുന്ന ദ ബെസ്റ്റ് പ്ലേസസ്. ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഈ ഡയറക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്ന ആളിനെ കണ്ടിട്ടില്ല ഐ വി ശശിയാണ്. അസറായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ BBK മേനോൻ, നമ്മുടെ പഴയ പ്രൊഡ്യൂസർ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. കാരണം അവരുടെ ടെൻഷൻ തീർക്കുന്നത്, അതായത് ഇന്ന് റിലാക്സ് ചെയ്യുന്നു. അവർ ഒരു പടത്തിന്റെ പിന്നെ തീരുകയാണ്, ഇന്ന് പൈസ കൊടുക്കണം, ഏകദേശം ഒരു അന്നത്തെ കാലത്ത് ഒരു 60-70 ലക്ഷം രൂപ കൊടുക്കണം. മരിച്ചുപോയ സച്ചി വന്നിട്ട് നിൽക്കുമ്പോൾ BBK മേനോൻ എങ്ങനെയെങ്കിലും കൊടുക്കാവിടെ ഇവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ദൈവമേ ഇത് വിടണ്ടേ. അപ്പൊ ഒരു സ്ത്രീയുടെ എന്തുമാത്രം ഒന്ന് ആലോചിച്ചു നോക്കുക, എവറിഡേ ഒരു സ്ത്രീ കുക്ക് ചെയ്യാറ്. അപ്പൊ അങ്ങോട്ട് പോയത് Annie's Kitchen. Let's cook with love.